ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ ഇൻ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ള വിഷയം ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടി. വാർത്തകളിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട്. കാരണം ഇത് ഒരു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇത് ആദ്യം ചർച്ച ചെയ്തത് യൂട്യൂബ് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. പലപ്പോഴും ആൾ ചോദിക്കാറുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. പല വിഷയങ്ങളും ഇതുപോലെ റിയാക്ട് ചെയ്യുന്നവരിലൂടെയൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒന്നാണ് ഈ സംഭവം. അത് പിന്നീട് ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിൽ ചിലത് ഏറ്റെടുത്തു. ഇപ്പോഴാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ 2 ദിവസമായിട്ട് ആ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ചൂട് പിടിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാര്യം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന രീതിയിലാണോ എന്നറിയില്ല, ഷാൻ റഹ്മാൻ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പ്രസ് റിലീസുമായിട്ട് വന്നിട്ടുണ്ട്. പ്രസ് റിലീസ് റിഗാർഡിംഗ് ഉയിരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കൺസേർട്ട് ഇഷ്യൂ. അതായത് ഉയിരെ എന്ന പേരിൽ എറണാകുളത്ത് വെച്ച് നടന്ന, കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു. ജനുവരിയിലാണ് നടന്നത്. ആ കൺസേർട്ടിൽ 38 ലക്ഷം രൂപ അതിന്റെ പ്രൊഡക്ഷൻ ടീമായിട്ടുള്ള അറോറ എന്ന ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിജു എബ്രഹാം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാനെതിരെയും ഷാന്റെ ഭാര്യയായ സൈറയ്ക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 38 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ നോട്ട് അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ റിലീസ് നമുക്ക് വായിച്ചു നോക്കാം. അതാണ് റിയാക്ഷൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ജനുവരി 25 നടന്ന ഉയിരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കൺസേർട്ട് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ ഈ തെറ്റായ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെയാണോ എന്ന് നമുക്ക് കണ്ടു നോക്കാം. തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരു വെല്ലുവിളി നമ്മൾക്കറിയാവുന്ന, വോയിസ് നോട്ട് വഴി അറിയാവുന്നൊരു വെല്ലുവിളി, ആദ്യത്തേത് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത് നവംബറിലാണ്. ആ സമയത്താണ് വയനാട് ദുരന്തം നടക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടി ജനുവരിയിലേക്ക് മാറ്റിവെച്ചു. ജനുവരി നടക്കേണ്ടിയിരുന്ന ഈ ഷോ പിന്നീട് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവർക്ക് സ്പോൺസേഴ്സിനെ കിട്ടിയില്ല എന്നുള്ളൊരു സംഭവം വന്നിട്ട്. അപ്പോഴാണ് ഈ ഈവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നിജു എന്ന ആള് ഇത് 25 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന ധാരണയിൽ മുന്നോട്ട് വരുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതിലൊന്ന്, മിസ്റ്റർ നിജു രാജ് ഇബ്രഹാം അറോറ എന്റർടൈൻമെന്റ് ഇവന്റ് മാനേജ് കമ്പനി എന്നയാളുമായി ഉണ്ടായ തർക്കമാണ്. ഏതാണ് തർക്കം അറിയില്ല. ആദ്യം പറയുന്നത് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ പറയുന്നൊരു തർക്കമുണ്ടായി. തർക്കം പുകയാണ്, നമുക്കറിയില്ല എന്താണെന്ന്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് കംപ്ലൈന്റ് അറിയില്ല. ഇവിടെ ഒരു പുക പറയാണ്. തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായി സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട്. പ്രൊഫഷണലിസം, സമഗ്രത, നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷെ ഇതിനകത്തൊരു സംശയം. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയി എന്നും കോടതി നിങ്ങളോട് അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്നും പറഞ്ഞതും, പക്ഷേ നിങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം, സുതാര്യതയും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം അവിടെ വരികയാണ്. അങ്ങനെ സഹകരണമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല എന്നുള്ളത്. ഇത് കഴിഞ്ഞ ദിവസത്തെ വാർത്ത അടിസ്ഥാനമാക്കിയിട്ടുണ്ടോ പറയുന്നത്? പിന്നീട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇനി അതിന് ശേഷം വരുന്ന കാര്യത്തിലും. എങ്കിലും മിസ്റ്റർ നിജു രാജ് എബ്രഹാം ജനങ്ങളെയും മീഡിയയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതുമാണെന്ന് വ്യക്തമാണ്. ആർക്ക് വ്യക്തമാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾ പറയുന്നു ഒരു പ്രശ്നമുണ്ട്, ആദ്യം പറയുന്നു നിജുവായിട്ടൊരു തർക്കമുണ്ട്. ഏത് തർക്കം? എന്താണ് ആ തർക്കം? അറിയില്ല. അതേസമയം നിജു എല്ലാ കാര്യങ്ങളും ഒരു ക്രോണിക്കിൾസ് പോലെ പറയുകയാണ്. ഇന്ന ദിവസങ്ങൾ സംഭവിച്ചു, ഇവിടെയാണ് ഇതിൻ്റെ തുടക്കം, അത് പിന്നീട് ഇങ്ങോട്ടുള്ള ചർച്ചകൾ മുഴുവൻ നടക്കുന്നു, ഇന്ന കാര്യം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, ഇന്ന രീതിയിൽ അത് പോയി എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. പക്ഷെ നിങ്ങളിവിടെ ഒരു പുകമറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു തർക്കമുണ്ടായെന്ന് പറയുന്നു, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറയും. ഏതാണ് ആ തെറ്റായ കാര്യം? 38 ലക്ഷം രൂപ കൊടുക്കാനില്ല എന്നോ? ഉയരെ എന്ന പരിപാടിയിൽ ഒരു പ്രൊഡക്ഷൻ ഭാഗമല്ല എന്നോ? അല്ലെങ്കിൽ ഒരു പൈസയും കൊടുക്കാനില്ല, ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെന്നോ? ഏതാണ് ആ തെറ്റായ കാര്യം? വീണ്ടും നിങ്ങൾ പറയുന്നു തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണ് എന്നും വ്യക്തമാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം? യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്താണ് യഥാർത്ഥ പ്രശ്നം. അതും പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു കേസ് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ആ വീഡിയോ പറയുന്ന ഒരു 25 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് 25 ലക്ഷം രൂപ തരാമെന്നാണ് നിജു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 25 ലക്ഷം രൂപയ്ക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൈസ തന്നിട്ടില്ല, അതിനെതിരെ കേസ് കൊടുത്തതാണോ പറയുന്നത്? അതാണ് ശ്രദ്ധയിരിക്കാനുള്ളത്.
അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു, അതിനെതിരെ കേസ് കൊടുക്കും, അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കും എന്ന് പറയുന്നു. ഇതാണ് യഥാർത്ഥ പ്രശ്നം. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പറയാതെ ഒരു ആകാശത്തേക്ക് വിട്ട ഭൂംവെടി. ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ ഒരു സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആയതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പറയണം, നിങ്ങൾ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് 38 ലക്ഷം രൂപ കൊടുക്കാനില്ല എന്നാണ്. അതാണ് നിങ്ങൾ പറയുന്നത്. അത് ഉറപ്പിച്ച് പറയണം. ഇയാൾ പറയുന്ന 38 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കാനില്ലാത്ത തുകയാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല എന്നുള്ളതാണ്. ഷാൻ റഹ്മാൻ 15 വർഷത്തോളമായല്ലോ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളത്. തട്ടത്തിൽ മറയത്തിറങ്ങിയ ഒരു കാലഘട്ടം പോലും ഇങ്ങോട്ട് നോക്കാം. 10-15 വർഷത്തോളമായി കൺസേർട്ടൊക്കെ നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ചാനലിൽ പ്രോഗ്രാമിലൊക്കെ പോകുന്ന ആളാണ്. എഗ്രിമെന്റിന്റെ പ്രാധാന്യം ഷാൻ റഹ്മാൻ അറിയാം. നിജു അത് ചോദിച്ചില്ലെങ്കിലും നിജുവിനെ സംബന്ധിച്ചിൽ ഇതൊരു ഇയാൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പട്ടി പോലും അറിയാത്ത ടീം എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. അത് വളരെ മോശമായ പ്രയോഗമായി പോയി. ഇത് നമ്മൾ ചില ആൾക്കാരെ നാക്കുകൊണ്ട് അടിച്ചിരുത്താന്ന് പറയും ഒരു വഴിയില്ലാതെ വരുമ്പോൾ. ആ രീതിയിലുള്ളൊരു പ്രയോഗമായി പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാര്യത്തിൽ. അപ്പം അങ്ങനെ ആരും അറിയാത്ത ഒരാൾക്ക് നിങ്ങളൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു. അപ്പം അയാളൊരു ന്യൂ കമർ എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ന്യൂ കമർ എഗ്രിമെന്റിന് വേണ്ടി പുറകെ വരികയും എന്നാൽ ഈ എഗ്രിമെന്റിൻ്റെയൊക്കെ പ്രാധാന്യം അറിയുന്ന അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ലേ? അവിടെ നിങ്ങൾക്ക് എന്തോ മറക്കാനില്ലേ? നിങ്ങൾ പറയുന്നത് എന്തോ കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. അപ്പോൾ എഗ്രിമെന്റ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം, അത് അയാൾ പുറകെ നടന്നു നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി വിട്ടു എന്നാണ് നിജു പറയുന്നത്. അതും കള്ളമാണെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെന്റ് എവിടെ? വളരെ പ്രധാനപ്പെട്ട തെളിവല്ലേ? പിന്നെ അഗ്രിമെന്റ് പുറത്തു വന്നുകൊണ്ട് ഒരു പബ്ലിക് ഡൊമൈനിൽ വന്നതുകൊണ്ടൊന്നും ഒരിക്കലും നിങ്ങളുടെ കേസിനെ ബാധിക്കാനേ പോകുന്നില്ല. അപ്പോൾ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെ തെറ്റാവും? ബുക്ക് മൈ ഷോ വഴി കിട്ടിയ പണം, അതിൻ്റെ രേഖകൾ എവിടെയൊക്കെ മറച്ചു വെച്ചാലും ബുക്ക് മൈ ഷോയുടെ ഡേറ്റാബേസിലുണ്ടാവും. അതും തെറ്റാണെന്നാണോ പറയുന്നത് ഈ ആരോപണങ്ങൾ? ലോൺ എടുത്തിട്ടായാലും നിങ്ങളുടെ പൈസ സെറ്റിൽ ചെയ്യുന്ന ആ വോയിസ് നോട്ടിൽ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്കുള്ള സംശയമാണ്. അപ്പോൾ എല്ലാ ആരോപണവും നിഷേധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം. ഈ ആരോപണം ഇന്നത്, ഇതങ്ങനെയല്ല, ഇതാണ് കാര്യമെന്ന് പറയുന്നിടത്താണ് ഈ ആളുകൾക്ക് വ്യക്തത ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന സുതാര്യ വ്യക്തത കാണുന്നില്ല. നിയമവിദഗ്ധർ ഈ വിഷയം സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ സത്യം ജയിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യം. നല്ല രസകരമായ ടെർമിനോളജീസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കാര്യം. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകുന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ വിശ്വാസം കോടതിയിൽ തന്നെയാണ്. അതേ വിശ്വാസം തന്നെ നിജുവിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകരും ടീമംഗങ്ങളും പങ്കാളികളും ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. വിടുന്നു. വസ്തുതകൾ വ്യക്തമായി മാന്യമായി അവതരിപ്പിക്കേണ്ട നമ്മളുടെ ഉത്തരവാദിത്തമാണ്. മാന്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പട്ടി പോലും അറിയാത്ത എന്നൊക്കെ പറയുന്നത് മാന്യത നിങ്ങൾ കരുതുന്നുണ്ടോ? കാശിന് വേണ്ടി അന്വേഷിക്കുന്നതിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഭീഷണി, അത് മാന്യതയാണെന്ന് കരുതുന്നുണ്ടോ? മാന്യത വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഏകപക്ഷീയമായ വിവരണത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മാധ്യമങ്ങളോടും പൊതുജനങ്ങളും അഭ്യർത്ഥിക്കുന്നു. ഏകപക്ഷീയമായ വിവരണമായിക്കൊണ്ട് ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് വീഡിയോ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ, മറുവശത്തെ കാര്യം അറിയില്ല. ഈ ഏകപക്ഷീയമായ ഊഹാപോഹങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? ആർക്കും താല്പര്യമില്ല വൺ സൈഡ് മാത്രം കേട്ട് നിങ്ങൾക്കെതിരെ തിരിയാൻ. പക്ഷെ അതർ സൈഡ് നിങ്ങൾ ഇതേപോലെ ഒരു പുകമറയിട്ടാണ് പറയുന്നതെങ്കിൽ ആ സംശയങ്ങൾ കൂട്ടുകയല്ലേ ഉള്ളൂ. നിയമപരമായി ഔദ്യോഗികമായും ചാനലിലൂടെ ഞങ്ങൾ പങ്കിടുന്ന കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ദയവായി കാത്തിരിക്കുക. എത്ര നാൾ കാത്തിരിക്കണം? ഈ വിഷയം തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇല്ലേ? മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് തന്നെ ദഹിക്കുന്നില്ല. കാരണം ഈ വിഷയം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പറയുന്നുണ്ട് ഞങ്ങളുടെ മാധ്യമം പുറത്തുവിട്ടപ്പോഴാണ് ഇത് വലിയ മാധ്യമങ്ങളെ കയറ്റിപിടിച്ചതെന്ന്. അതല്ല സത്യം. ഈ സംഭവം എൻ്റെ അറിവിൽ ഇത് ആദ്യം സംസാരിച്ചത് മൂപ്പൻസ് വ്ളോഗാണ്. അയാളുടെ വ്ളോഗിലാണ് ഇത് ആദ്യം വന്നത്. അതിനുശേഷമാണ് മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ അതെടുത്ത് ചെയ്തതെന്നാണ് എൻ്റെ അറിവ്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഇനി അത് മുന്നേ ആരും സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വിഷയം കൊണ്ടുവന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്ത അദ്ദേഹമാണ്, അല്ലാതെ ഏതോ ഓൺലൈൻ മാധ്യമമൊന്നുമല്ല. അത് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആളുടെ പേര് പരാമർശിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സാണ് ഈ വിഷയം സംസാരിച്ചതെന്നുള്ള കാര്യം അതെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നൽകുന്ന അപ്ഡേറ്റ് ഇതാണ്. എങ്ങും തൊടാത്തൊരു കാര്യം. ഷാൻ, ഈ വിഷയം ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു നിങ്ങൾ പരസ്പര ധാരണയിൽ ചെയ്തൊരു കാര്യമാണെന്നുള്ളതാണ്. അതായത് നീ പൈസ ചിലവാക്കിക്കോളൂ,
നമ്മൾക്കത് തിരിച്ചു തരാൻ പറ്റുമെന്ന രീതിയിൽ തുടങ്ങിയൊരു കാര്യം. അതിൽ നിജു പറയുന്നുണ്ട് സ്പോൺസർഷിപ്പ് നിങ്ങളും കുറച്ച് കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും നടന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഞങ്ങൾക്കറിയില്ല എന്താണെന്നുള്ളത്. ബാക്കി നിങ്ങൾ ഈ അപ്ഡേറ്റുകൾ പറയാതെ നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ അയാൾക്ക് പൈസ കിട്ടാനുണ്ടെന്നുള്ളവരെ സത്യമാണ്. അയാളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളവരെ സത്യമാണ്. കണക്കുകൾ ഏകദേശം 38 ലക്ഷം രൂപ അടുത്തായെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് 25 ലക്ഷം രൂപ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. 25 ലക്ഷം രൂപ ഞങ്ങളോട് പറഞ്ഞത് ലഭിച്ചിട്ടില്ല, അതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണെന്ന്. ഇതൊരു സാമാന്യ യുക്തി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ആൾക്കാരുടെ ഒരു സാമാന്യ യുക്തി വെച്ച് ചിന്തിക്കുകയാണ്. 38 ലക്ഷം രൂപ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ നിന്ന് കിട്ടി. 25 ലക്ഷം രൂപ പിടിച്ചിട്ട് ബാക്കിയുള്ള പണി അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ആളുകൾ കുറേയെങ്കിലും ഇതിലൊരു നീതി നിങ്ങളുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ന്യായം നിങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഇപ്പം അതല്ല. അയാൾക്ക് ആ പണം ലഭിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ വഴി പണം ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇറ്റേണൽ റേ അവർക്കാണ് പണം ലഭിച്ചിട്ടുള്ളത് ബുക്ക് മൈ ഷോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഇരിക്കെ 25 ലക്ഷം രൂപ തരാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് ദഹിക്കില്ല. ആ പണം പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ കൊടുത്തു എന്നായിരുന്നെങ്കിൽ കുറേ കൂടി ആൾക്കാരൊന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണമാണല്ലോ എടുത്തതെന്നെങ്കിലും വിചാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ, അതിൽ കൂടുതൽ നിങ്ങളെ കൈവശിരിക്കുകയാണ്. അങ്ങനെയാണ് പരാതിയിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 25 ലക്ഷത്തിൻ്റെ കഥ പറയുക, ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുക, കോംപ്രമൈസിന് ശ്രമിക്കാമെന്ന് പറയുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോംപ്രമൈസ് ഒന്നും നടക്കില്ല എന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ വാർത്തയിൽ നിന്ന് അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല എന്ന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഇത് കേസായിട്ട് പോയാൽ ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എഗ്രിമെൻ്റ് ഇല്ല എന്ന് നിജു പറയുന്നതാണ്. എഗ്രിമെൻ്റ് ഉണ്ടോ എന്നറിയില്ല. നിങ്ങളും പറയുന്നു 25 ലക്ഷം രൂപ തരാനുണ്ടെന്ന് പറയും. ഇതിനൊക്കെ എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ നിജു കുറച്ച് വെള്ളം കുടിക്കുക കാര്യത്തിൽ. നിങ്ങൾ ഒരു പക്ഷേ വെള്ളം കുടിച്ചെന്നിരിക്കും. കാരണം ഈ ഒരു പരിപാടി നടന്നിട്ടുണ്ടെന്നുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ട്. അയാളുടെ അടുത്ത് കുറച്ച് വാട്സാപ്പ് ചാറ്റുകളും വോയിസ് മെസ്സേജുകളൊക്കെ ഉണ്ട്. കൂടെ ഒരാളെ കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ വഷളാക്കാതെ ഒരു അമിക്കബിളായിട്ടുള്ള സെറ്റിൽമെൻറ്റ് പോകുന്നതല്ലേ നല്ലത്. സൂചി കൊണ്ടെടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടെടുക്കാനുള്ള ശ്രമം നടത്തി ആ മുറിവ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അപ്ഡേറ്റുകൾ വരട്ടെ. പക്ഷെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അയാൾക്ക് ആ പണം സെറ്റിൽ ചെയ്യാമായിരുന്നു. കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന 25 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കിയുള്ള പണം അയാൾക്ക് കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഇനി പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ആവശ്യത്തിൽ സംസാരിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.